അസ്സലാമു അലൈക്കും. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂരാണ്. വളരെ ദുഃഖകരമായൊരു കാര്യം പങ്കുവെക്കാനാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയും ഉന്നതനായ പണ്ഡിതനുമായ ഒരുപാട് ശിഷ്യസമ്പത്തുള്ള ഉസ്താദായ ഒരുപാട് ഉസ്താദ്മാരുടെ ഉസ്താദായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നു എന്നൊരു വാർത്ത. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നത പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം വാർദ്ധക്യകാല അസുഖങ്ങളെ തുടർന്നിട്ട് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ആ വിശ്രമത്തിനിടയിലും അദ്ദേഹം സമസ്തയുടെ 100ാം വാർഷികത്തിലും പതാക ഉയർത്തലുമൊക്കെ പങ്കെടുത്ത് അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നിരുന്ന ഒരാളാണ്. 2 ദിവസം മുമ്പ് പനി ബാധിച്ചിട്ട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വഫാത്ത്. ഒരുപാട് ഉസ്താദുമാരുടെ ഉസ്താദാണ്. വലിയ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരാളാണ്. നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഒരു പക്ഷേ നേരിൽ കണ്ട ആളുകളോ സംസാരിച്ച ആളുകളോ ഏതെങ്കിലും രീതിയിൽ ബന്ധമുള്ള ആളുകളായിരിക്കാം. നേരിൽ കാണാൻ ഭാഗ്യമുണ്ടായ ആളുകൾ, എത്രമാത്രം മുഖറവിയായ ഒരു പണ്ഡിതനെ കാണാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യുക. മുഖറവിയായ പണ്ഡിതൻ്റെ മരണം ഈ ലോകത്തിൻ്റെ മരണമാണ് എന്നുള്ളതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് കാലം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ തന്നെ ആ രീതിയിൽ ഒരുപാട് ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സമസ്തക്ക് വേണ്ടി തൻ്റെ ശരീരവും തൻ്റെ അധ്വാനവും തൻ്റെ സമയവും ഒക്കെ ചെലവഴിച്ചിരുന്ന ഒരാളാണ് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അറിയാത്തവർ കേരളത്തിൽ ഉണ്ടാവില്ല. സമസ്തയുടെ നേതാവായിരിക്കുമ്പോൾ തന്നെ AP വിഭാഗത്തിൻ്റെ ഉസ്താദുമാരിൽ നിന്നൊക്കെ വളരെ ആദരവും അതവരുടെയൊക്കെ ബഹുമാനവും ഒക്കെ വാങ്ങിയിരുന്ന ഒരാളാണ്. ഈ മരണശേഷവും എല്ലാ വിധത്തിലുള്ള പണ്ഡിതന്മാരും അനുശോചനം രേഖപ്പെടുത്താനും പ്രാർത്ഥിക്കാനൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിന് അത്രയും വലിയ മഹത്വമാണ് വിളിച്ചു പറയുന്നത്. രണ്ടായിരത്തി 2016 ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ വിയോഗത്തെ തുടർന്നാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. അവിടുന്ന് അങ്ങോട്ട് ഇത്രയും കാലവും സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഇദ്ദേഹം തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു ഇരുമ്പുഴി തെക്കുമുറിയിൽ തിരൂർക്കാട് കുന്നത്ത് മൂസ ഹാജിയുടെയും മാടമ്പി ഇയാത്തുട്ടിയുടെയും മകനായിട്ട് 1945 അദ്ദേഹത്തിൻ്റെ ജനനം. 2013 മുതൽ കാസർഗോഡ് ജില്ലാ ഖാദിയായ ആലിക്കുട്ടി മുസ്ലിയാർ 2003 മുതൽ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിലെ പ്രിൻസിപ്പാളാണ്. അപ്പോൾ ഒരുപാട് ഫൈസിമാരുടെ ഉസ്താദാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആളുകളുടെ ഉസ്താദാണെങ്കിൽ ആ വിവരങ്ങളൊന്ന് നിങ്ങൾ ഒന്ന് പങ്കുവെക്കുക. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ നേരിട്ട് പരിചയമുള്ള ആളുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിനെ നേരിൽ കണ്ട ആളുകളുണ്ടോ എന്നുണ്ടെങ്കിൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള പരിപാടികളിലൊന്നും പങ്കെടുക്കാത്തത് കൊണ്ട് നേരിട്ടിട്ട് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോസും മറ്റൊക്കെ യഥേഷ്ടം കണ്ടിട്ടുണ്ട്. അള്ളാഹു ഇതുപോലെയുള്ള ഉന്നതമായ പണ്ഡിതന്മാരെ കാണാനും അവരെയൊക്കെ മുസാഫഹത്ത് ചെയ്യാനും ആ ഒരു ബർക്കത്തെടുക്കാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇദ്ദേഹം ആദ്യകാലത്തുള്ള മാപ്പിള സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നേടിയത്. 7ാം ക്ലാസ് സ്കൂൾ പഠനത്തിന് ശേഷം പിന്നീട് ദർസ് പഠനമായിരുന്നു. 4 വർഷത്തിൻ്റെ ദർസിന് ശേഷം പിന്നീട് പുത്തനങ്ങാട് ജുമാ മസ്ജിദിലെയും പിന്നീട് അരിപ്ര ദർസിലും തുടർന്ന് പടിഞ്ഞാറ്റുമുറി ദർസിലൊക്കെ ആയിട്ടാണ് പഠനങ്ങൾ. 1964 ജാമിഅ നൂരിയയിൽ ചേർന്ന അദ്ദേഹം 4 വർഷം അവിടെ പഠിച്ചതിന് ശേഷം പിന്നീടാണ് അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് മാറിയത്. പ്രമുഖ പണ്ഡിതന്മാരായ ഷംസുലുലമ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, പിന്നെ താഴേക്കാട് കുഞ്ഞലവി മുസ്ലിയാർ, പെരിന്തൽമണ്ണ സൈദാലി മുസ്ലിയാർ, ഇങ്ങനെ ഒരുപാട് ഉസ്താദുമാരാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉസ്താദുമാർ. 16ാം വയസ്സിൽ തിരൂർക്കാട് മഹല്ല് പള്ളി ഖത്തീബായിട്ട്, 20ാം വയസ്സിൽ മഹല്ല് ഖാദിയായിട്ട് നിയമിക്കപ്പെട്ട ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃഗുണം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് അറിവുള്ള, ഒരുപാട് കിതാബ് തിരിയുന്ന ഒരു ഉസ്താദാണ്. 1968 പട്ടിക്കാട് ജാമിഅ നൂരിയ കോളേജിൽ നിന്ന് ഫൈസി ബിരുദം നേടിയതിനു ശേഷം പിന്നീട് മീനാർക്കുഴി ദർസിലാണ് ആദ്യത്തെ സേവനം ഉണ്ടായത്. 1978 ചെമ്മങ്കടവ് ദർസിലേക്ക് മാറിയെങ്കിലും 1979 പട്ടിക്കാട് ജാമിഅ നൂരിയിൽ ഷംസുലമയുടെ ഒഴിവിലേക്ക് അവിടുത്തെ അധ്യാപകനായിട്ടും പിന്നീട് 2003 മുതൽ അവിടെ പ്രിൻസിപ്പലായിട്ടും നിയമിതനായി. 1970 സമസ്ത പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറിയായി. 1976 സമസ്ത മലപ്പുറം ജില്ല വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1978 മുതൽ ജാമ്യയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ
ജനറൽ സെക്രട്ടറി, ഇങ്ങനെ ഒരുപാട് അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വിഷയങ്ങൾ പ്രബന്ധം അവതരിപ്പിച്ച അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ച വളരെ വലിയൊരു പണ്ഡിതനാണ്. ഒരുപാട് അന്താരാഷ്ട്ര സമ്മേളനങ്ങളാണ് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന ഈ മഹാഗുരു പങ്കെടുത്തിട്ടുള്ളത്. 1978 കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഇഫ്ലു അതിൻ്റെ സിലബസ് രൂപീകരണ കമ്മിറ്റിയിൽ പോലും ഈ ഉസ്താദ് അംഗമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക. 2008 ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാലയിലെ ശിഹാബ് തങ്ങളുടെ പകരക്കാരനായിട്ട് അസ്ഹർ പൂർവ്വവേദി സംഘത്തിൽ സംബന്ധിച്ചത് മൂപ്പരാണ്. 2011 ലിബിയയിലെ പ്രസിഡന്റ് അമ്മാർ ഖദ്ദാഫിനത്തിൽ നടന്ന അന്താരാഷ്ട്ര സൂഫി സമ്മേളനത്തിലും 2012 മൊറോക്കോയിൽ നടന്ന സൂഫി സമ്മേളനത്തിൽ തുടർന്നുള്ള 2 വർഷങ്ങൾ ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ നടന്ന സമ്മേളനങ്ങളും തസവുഫ് സംബന്ധമായ പ്രബന്ധങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള ഒരു പണ്ഡിതൻ്റെ കാര്യം ഞാനീ പറയുന്നത്. അത് അത്രയും അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിച്ച പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച വളരെ വലിയൊരു മഹാമനുഷ്യൻ. 2014 മുതൽ സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ചെയർമാനാണ്. 2003 മുതൽ 2006 വരെ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിരുന്നു. 2006 മുതൽ 2009 വരെ ഇന്ത്യ ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്നു. മന്ത്രിയല്ലാത്ത ഒരാൾ ചെയർമാൻ പദവിയിൽ ആദ്യമായി എത്തുന്നത് ഇദ്ദേഹത്തിലൂടെയാണ്. SYSന് ജനറൽ സെക്രട്ടറി ആയിട്ട് 1992 മുതൽ 2016 വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മേഖലകളിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പള്ളി ദർസിലെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉസ്താദായിട്ട് പൊതുരംഗത്ത് പ്രവർത്തകനായിട്ട് സമസ്തയുടെ പ്രവർത്തകനായിട്ട് ഇത്രയും ചെറിയൊരു ജീവിതകാലത്തിനിടയിൽ വളരെ വലിയൊരു നൂറ്റാണ്ടുകളുടെ പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം കാഴ്ചവെച്ചതെന്നുള്ളതാണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിതുപോലെയുള്ള മഹാന്മാരുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ്. അവരെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിക്കുക, പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് യഥേഷ്ടം കഴിയുന്ന ആളുകളുണ്ട്. അവരൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. അതിന് കഴിയാത്ത ആളുകളുണ്ട്. അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന, വിസാൽ മീഡിയ കാണുന്ന എല്ലാവരും പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുമ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു പക്ഷേ ഉണ്ടായേക്കാം, നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇദ്ദേഹത്തിന് അറിയാത്ത ഒരു പക്ഷേ ഇതുമായിട്ടൊന്നും ഇത്തരം വാർത്തകളോ മറ്റൊന്നും കാണാത്ത ഒരാളാണെങ്കിൽ അറിയാതിരിക്കാം. അപ്പോൾ ഇന്നുള്ള എല്ലാ ചാനലുകളിലെയും ഒരു പ്രധാന വാർത്ത പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗമാണ്. കാരണം അത്രയും പ്രാധാന്യപ്പെട്ട ഒരു ഉസ്താദാണ്. പറയാത്ത ആളുകളിൽ അറിയുക. ഇതുപോലെയുള്ള ഈ ഉഖ്റവിയായ പണ്ഡിതന്മാർ നമ്മുടെ ലോകത്ത് നമ്മൾ ജീവിച്ചിരുന്നു. അത് തന്നെ നമ്മളുടെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇത്രയും ചെറിയൊരു കാലയളവിൽ ആയുസിൻ്റെ നല്ലൊരു ഭാഗം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ അത് ദീനിന് വേണ്ടി, ദീനിൻ്റെ സംഘടനകൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് ഉത്തരം പറയാൻ കഴിയുന്ന ഒരു വളരെ വലിയ മഹത്തരമുള്ള ഒരു പണ്ഡിതനാണ്. നല്ല അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതി എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ അധ്യാപന ശൈലിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദീർഘമായ പ്രസംഗ ശൈലിയോ അങ്ങനെ പ്രസംഗിച്ചിട്ട് വലിയ പേരെടുക്കുന്ന ഒരാളല്ല. ചില ആളുകൾ പ്രവർത്തനങ്ങൾ കൊണ്ട് പേരെടുക്കുന്ന ആളുകളുണ്ട്. വളരെ ബൗദ്ധിക നിലവാരത്തിലാണ് ഉസ്താദിൻ്റെ ഒരു പ്രസക്തി. അല്ലാതെ ആളുകളെ കുറേ ആയിരങ്ങൾ ആകർഷിപ്പിക്കുന്ന പ്രസംഗങ്ങളിലല്ല. അതിലപ്പുറം ബൗദ്ധികമായിട്ട്, അതായത് ഇൻ്റലക്ച്വൽ കഴിവുള്ള, വളരെ വലിയ സ്ഥാനങ്ങളുള്ള, എത്ര വലിയ വിഭാഗീയതകൾക്കിടയിലും എല്ലാ വിഭാഗീയതയും അവസാനിപ്പിച്ചിട്ട് ഒന്നിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം തന്നെ നമുക്ക് പല പേരുകളിൽ പല വിഭാഗീയത ഉണ്ട്. ആ വിഭാഗീയതയിൽ ആളുകളൊക്കെ ഓർക്കുക. ആ വിഭാഗീയതക്കപ്പുറം ഇതുപോലെയുള്ള സമസ്തയിലെ ഉന്നത പണ്ഡിതന്മാരെ സ്നേഹിക്കാനും അവരുടെ മാതൃകകൾ പിൻപറ്റാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വാർദ്ധക്യകാല അസുഖത്തെ തുടർന്നിട്ട് വിശ്രമത്തിലാകുമ്പോഴും അദ്ദേഹത്തിന് കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനവുമായിട്ടൊക്കെ അദ്ദേഹം അതിൻ്റേതായ രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. പല ആളുകൾ വീട്ടിൽ ചെല്ലുമ്പോഴും അവർക്ക് വേണ്ടി അപ്പോഴും തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ ഇത്തരം പണ്ഡിതന്മാർ നമ്മുടെ ഭൂമിലോകത്ത് നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹീതരാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിസാൽ മീഡിയ കാണുന്ന കുടുംബം മുഴുവനും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു അദ്ദേഹം സ്വർഗ്ഗത്തിലൊന്ന് പദവി നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള ഉഖ്റവിയായ പണ്ഡിതന്മാരെ കാണാനും പരിചയപ്പെടാനുമൊക്കെ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരമൊക്കെ നാളെ ഒരു 10 മണി ആ ഒരു സമയത്താവാനാണ് സാധ്യത. തിരൂർക്കാർക്കാണ് അതിൻ്റെ പൊതുദർശനത്തിനൊക്കെ ആയിട്ട് കൊണ്ടുവരിക. അപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. നമ്മൾ അറിയാവുന്ന ആളുകൾ ആ വിവരങ്ങളൊന്ന് പങ്കുവെക്കണം. അള്ളാഹു നമുക്കും ഉഖ്റവിയായ പണ്ഡിതന്മാരെ കാണാനും പരിചയപ്പെടാനും ഈമാനോടുകൂടി മരണപ്പെടാനും നമുക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. اللهم وجهنا إلى الخير اللهم وجه الخير إلينا يا رب العالمين اللهم ما قضيت لنا من ذنب فاجعل عاقبته خيرا ورشدا بارك لنا في أساتذتنا وفي أمورنا وفي درسنا وفي من
خلف يا رب العالمين. اللهم وجهنا إلى الخير، اللهم وجه الخير إلينا يا رب العالمين. اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا دعانا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر ذنوبنا يا غافر المذنبين، وارحمنا بأنواع رحمتك يا أرحم الراحمين.